Hello guys, welcome to One Question, One Concept. ഇന്ന് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് 90% ഓഫ് ദ ന്യൂക്ലിയോടൈഡ്സ് ഇൻ ജീനോം ആർ എ, വാട്ട് പെർസെൻറ്റേജ് വിൽ ബി സി, ജി ആൻഡ് ജി? ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുറേ ന്യൂമറിക്കൽസും കുറേ പെർസെൻറ്റേജും കാണുമ്പോൾ നമ്മളൊരു മാത്തമാറ്റിക് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉറപ്പായിട്ടും അത് സ്കിപ്പ് ചെയ്യും. പക്ഷെ വളരെ എളുപ്പമാണ്. മൂന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഈ ക്വസ്റ്റ്യൻ സുഖമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അതിൽ ഒന്നാമത്തെ മനസ്സിലാക്കേണ്ട സാധനം ഈസ് റിലേറ്റഡ് വിത്ത് ചർഗാവ്സ് റൂൾ. ചർഗാവ്സ് റൂൾ എന്താണ് പറയണത്? നമ്മുടെ ഡബിൾ സ്ട്രാൻഡഡ് DNA ഫോം ചെയ്യുമ്പോൾ ഏതൊക്കെ ബേസസ് ആരുമായിട്ടാണ് ബോണ്ട് ചെയ്യുന്നത്, അതാണ് ചർഗാവ്സ് റൂൾ പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, എപ്പോഴും അഡെനിൻ ബോണ്ട് വിത്ത് തൈമിൻ ഇൻ ഡബിൾ ബോണ്ട് ആൻഡ് ഗ്വാനിൻ ബോണ്ട് വിത്ത് സൈറ്റോസിൻ ട്രിപ്പിൾ ബോണ്ട്. കണ്ടോ, ഈ ഒരു മൂന്ന് കൺസെപ്റ്റ് ചർഗാവ്സ് റൂള്. അഡെനിൻ എപ്പോഴും തൈമിനുമായിട്ട് ഡബിൾ ബോണ്ടിലായിരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നത്. ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനായിട്ട് ട്രിപ്പിൾ ബോണ്ടിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നൊരു കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് പൊതുവേ മിക്ക CSIRനും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡീൽ ചെയ്ത് നോക്കാം. ഇതിൽ അഡിനിൻ എന്ന് പറയുന്നത് 19% എന്നാണ് പറയണത്. അപ്പോൾ അഡിനുമായിട്ട് ബോണ്ട് ചെയ്യുന്നത് ആരാണ്? തൈമിനാണ് അല്ലേ? അഡിനിൻ തൈമിനുമായിട്ടാണ് ബോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അഡിനിൻ എത്ര പെർസെൻറ്റേജ് ആണോ അതേ പെർസെൻറ്റേജ് ആയിരിക്കും തൈമിൻ ഉണ്ടാവുന്നത്. അപ്പോൾ അഡിനിൻ 19% ആവുമ്പോൾ ഉറപ്പായിട്ടും ആരാണ്? തൈമിനും 19% ആയിരിക്കും അല്ലേ? അപ്പോൾ അത്രയും കിട്ടിയില്ലേ? അപ്പോൾ തൈമീൻ 19% വരുന്നത് ആകെ ഒരു ഓപ്ഷനുള്ളൂ, ബാക്കി എല്ലാം നമുക്ക് അപ്പം തന്നെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് എലിമിനേഷൻ വഴിയിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ്? ഗ്വാനിനും ഉണ്ട് സൈറ്റോസിനും ഉണ്ട്, അത് ട്രിപ്പിൾ ബോണ്ടാണ്. ഇപ്പോൾ 19 + 19 വന്നു കഴിയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 38% ആണ് കിട്ടുന്നത്. അപ്പോൾ 100-ൽ നിന്ന് 38% മൈനസ് ചെയ്ത് എത്രയായിരിക്കും? 62 വരും നമുക്ക് ആൻസർ. ഓക്കെ, അപ്പോൾ 62 ഇറ്റ്സ് ഡിവൈഡഡ് ബൈ 2 ഈക്വലായി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 31% കിട്ടും. അപ്പോൾ സൈറ്റോസിനും ഗ്വാനിനും 31% വീതമായിരിക്കും ഉത്തരം. സോ ഇത് വളരെ സിമ്പിളാണ്. ചർഗാവ്സ് റൂളിൻ്റെ പ്രിൻസിപ്പിൾ വഴിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട്, ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഇഫ് ഇറ്റ് ഈസ് ഇൻഫോർമേറ്റീവ് ഫോർ യു. സ്റ്റേ ട്യൂൺ.